കൂട്ടുകാരെ, ദിസ് ഈസ് മീ യുവർ ടോമച്ചൻ. ജീസസ് കിഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എന്തൊരു ഡിബേറ്റാണല്ലേ. മഴക്കാലമായി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ്. ഏത് സമയത്തും മഴ മഴ മഴ. പലപ്പോഴും മഴ നമ്മെ ബുദ്ധിമുട്ടിക്കാറില്ലേ? നാം സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്ത് കളിക്കാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പോഴെല്ലാം മഴ നമ്മുടെ ജീവിതത്തിൽ വില്ലനായിട്ട് വരാറുണ്ട്. ഇങ്ങനെ മഴ അധികമായിട്ട് പെയ്യുമ്പോൾ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു ഉപായം അല്ലെങ്കിൽ ഒരു സംഗതി ഉപയോഗിക്കാറുണ്ട് ഇല്ലേ? എന്താണ്? അംബർല, അതായത് കുട. പലതരം കുടകളാണ് നമ്മുടെ ചുറ്റിലുമുള്ളത്. നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ, കടകളിലെല്ലാം നമ്മൾ പലതരത്തിലുള്ള പല വർണ്ണങ്ങളിലുള്ള കുടകൾ നാം കണ്ടിട്ടുണ്ട്. നമ്മൾ പള്ളിയിൽ പെരുന്നാളിന് പ്രദക്ഷിണത്തിന് പോകുമ്പോൾ കണ്ടിട്ടില്ലേ മറ്റൊരു തരത്തിലുള്ള വർണ്ണഭംഗിയുള്ള ഹൈറ്റിലുള്ള കുടകളെല്ലാം. അങ്ങനെ നിരവധി കുടകളാണ് നമ്മുടെ സമൂഹത്തിൽ ഉള്ളത്. കുടയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം നിങ്ങൾക്കറിയാമോ? നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഏകദേശം 3500-4000 BC-കളിലാണ് കുട പ്രചാരത്തിൽ വരുന്നത്. ചൈനയിൽ, ഈജിപ്തിൽ, അസീറിയയിൽ, ഗ്രീസിലുമെല്ലാമാണ് കുട പ്രചാരത്തിൽ വന്നത്. അന്ന് കാലത്ത് ഈ കുട നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയലുകൾ മുളയും മൃഗത്തിൻ്റെ തുകലുമാണ്. വെയിലിൽ നിന്നും മഴയിൽ നിന്നുമെല്ലാം രക്ഷ നേടുന്നതിനായിട്ടാണ് കുട ഉപയോഗിച്ചിരുന്നത്. പലതും പല മെറ്റീരിയലുകളായിരുന്നു കേട്ടോ. നാം ഇന്ന് കാണുന്ന സ്റ്റീൽ റിബ്ഡ് കുട അത് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത് 1852 സാമുവൽ ഫോക്സ് എന്ന് പറയുന്ന വ്യക്തിയാണ്. മഴയിൽ നിന്നും വെയിലിൽ നിന്നും കുട നമ്മെ സംരക്ഷിക്കുന്നത് പോലെയാണ് ദൈവം തൻ്റെ അദൃശ്യ കരങ്ങൾ കൊണ്ട് നമ്മെ ഓരോരുത്തരെയും സംരക്ഷിച്ച് നിലനിർത്തുന്നത്. ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർത്തത്. നമുക്കൊരു കുട നിർമ്മിച്ചാലോ? വരൂ, നമുക്കൊരു കടലാസ് കുട നിർമ്മിക്കാം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കടലാസ് അംബർല, കടലാസ് കുട, 2 തരത്തിലുള്ള കുടകളാണ് നാം ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് സിംഗിൾ കളറും അതുപോലെ തന്നെ മൾട്ടി കളറും. ഈ 2 തരത്തിലുള്ള കുടകളാണ് നാം ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഉണ്ടാക്കുന്ന രീതിയും 2 തരത്തിലാണ്. ആ 2 രീതിയും നമുക്ക് ഇന്നിവിടെ കാണാം. നമുക്കതിനു വേണ്ടി ആവശ്യമായിട്ടുള്ള സംഗതികളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. A4 സൈസ് കളർ പേപ്പറുകളുണ്ട്, സിസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗമ്മുണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും സ്ക്രീനിൽ കാണാനുണ്ട്. ആദ്യം നാം നിർമ്മിക്കാൻ പോകുന്നത് സിംഗിൾ ഷീറ്റ് കുടയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് കളറുള്ള A4 സൈസ് പേപ്പറാണ്. നമുക്ക് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായിട്ട് നാം ചെയ്യേണ്ടത്, ഈ പേപ്പർ എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ഒരു വട്ടം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഒരു റൗണ്ടാണ്, നമുക്ക് റൗണ്ട് പീസാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിത് ഉപയോഗിച്ച് ഒന്ന് റൗണ്ട് ചെയ്യാം. ഒരു റൗണ്ട് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഷീറ്റ് ആയതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ സാധ്യത കുറവാണ്. നമുക്കിത് ഇനി റൗണ്ട് നമുക്കിത് കട്ട് ചെയ്ത് എടുക്കണം. ഒരു റൗണ്ട് പീസ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇനി നാം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാഗം നാം ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് മടക്കുക. കറക്റ്റ് ഒരു ഹാഫ് സെമി സർക്കിളായിട്ട് ഒന്ന് മടക്കുക. അങ്ങനെ മടക്കിയതിന് ശേഷം വീണ്ടും ഈ ഇതിനെ ഒന്നും കൂടെ ഒന്ന് മടക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നും കൂടെ ഒന്ന് മടക്കുക. പേപ്പർ നാം കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് റൗണ്ടായിട്ട് തീരാനായിട്ട് എപ്പോഴും ശ്രമിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നാം ഇങ്ങനെ മടക്കിയതിന് ശേഷം വീണ്ടും ഒരു തവണയും കൂടെ അതൊന്ന് മടക്കാം. ഇപ്പോൾ നമുക്ക് കാണാം ഇങ്ങനൊരു ഷേപ്പിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഇതൊന്ന് നിവർത്താം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം കേട്ടോ, ഒന്ന് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് ഈ പേപ്പർ ഒന്ന് നിവർത്താം. ഇങ്ങനെ നിവർത്തുമ്പോൾ നമുക്ക് കുറേ മടക്കുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നാം ചെയ്യേണ്ടത്, ഉള്ളിലോട്ട് നമ്മൾ മടക്കിയപ്പോൾ ഉള്ളിലോട്ട് മടങ്ങിയ ഭാഗമുണ്ട്, അത് പുറത്തോട്ടായിട്ട് ഒന്നും കൂടെ ഒന്ന് മടക്കുക.
അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. നമുക്ക് ഇനി കുടയുടെ മോൾ ഭാഗമാണ് നാം ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതൊന്ന് കറക്റ്റ് ഒരല്പം കൂടെ ഷേപ്പ് കിട്ടാനായിട്ട്, ഒരു കൂന് പോലെ വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്ത് കളയരുത്. നമുക്ക് ഈ പോയിന്റ് വരെ, നമ്മൾ സെൻറ്റർ പോയിന്റ് വരെ കട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഞാൻ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗം എന്ത് ചെയ്യണം, ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ മുകളിലേക്ക് നാം ഒന്ന് മടക്കുക. മുകളിലോട്ട് ഇങ്ങനെ മടക്കും. നമുക്ക് ഈ ഒരു ഷേപ്പ് നമുക്കിതിൽ കിട്ടും. നമുക്കിങ്ങനെ കിട്ടും. ഈ ഷേപ്പ് കിട്ടുന്ന ഈ ഒരു ഭാഗത്ത് നാം പശ തേച്ചിട്ട് ഇതൊന്ന് ഉറപ്പിക്കുക. ഇങ്ങനൊരു ഭാഗം നമ്മളിപ്പോൾ വെട്ടിയെടുത്ത് പശ തേച്ച് അത് ഉണങ്ങി എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഒരല്പം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് കുടയുടെ പിടിക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. കടലാസിൻ്റെ തന്നെയാണ്, പക്ഷേ ഒരല്പം കട്ടിയുള്ള ഒരു സ്റ്റിക്കാണ്. ആ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ പിടി നിർമ്മിക്കാനായിട്ട് പോകുന്നത്. ഈ പിടി നിർമ്മിക്കാനായിട്ട് നാം പോകുമ്പോൾ നമുക്ക് ഈ രണ്ട് വശത്തും നമുക്ക് ഒന്ന് കവർ ചെയ്യേണ്ടതുണ്ട്. ഈ സെയിം കളറ് നമുക്കിവിടെ കുടയുടെ ശീലയുടെ അതേ കളർ നമുക്കിവിടെ ഒന്ന് കവർ ചെയ്യാം. അപ്പോൾ ഇത് സ്റ്റിക്ക് ഒരല്പം മനോഹരമായിട്ട് തീരും. രണ്ട് പേപ്പറാണ് നാം ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കത് ഈ സ്റ്റിക്കിൻ്റെ രണ്ട് വശത്തായിട്ട് നമുക്ക് ഒട്ടിക്കാം. ഇങ്ങനെ രണ്ടറ്റവും പേപ്പർ ഒട്ടിച്ച നമുക്കൊരു സ്റ്റിക്ക് അങ്ങനെ നമ്മുടെ പൂർത്തിയായി. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഫിക്സ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലുള്ള മനോഹരമായിട്ട് കുട നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടൈപ്പ് കുട എന്ന് പറയുന്നത്. നമുക്കിനി രണ്ടാമത്തെ ടൈപ്പ് നിർമ്മിക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ടൈപ്പ് കുട കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് മൾട്ടി കളർ അംബർലയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി പലതരം കളറുകളിലുള്ള A4 സൈസ് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കളർ പേപ്പറുകളും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എല്ലാം നമുക്ക് വേണ്ടത് നേരത്തെ നാം സർക്കിൾ കട്ട് ചെയ്തെടുത്തുമല്ലോ, അതുപോലെയാണ് നമുക്കിതിൻ്റെ സർക്കിൾ കട്ട് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നാം ഒരു പേപ്പർ എടുത്തു, അത് രണ്ടായി മടക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഒരു റൗണ്ട് വരച്ച് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ പേപ്പർ റൗണ്ട് ചെയ്ത് തന്നെ നമുക്കിനി കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 7 കളറുകളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്.
7 കളറുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 7 കളറുകൾ ഉപയോഗിച്ചിട്ടാണ് മൾട്ടി കളർ അംബ്രല്ല നിർമ്മിക്കാനായിട്ട് പോകുന്നത്. ഇതിനായി ആദ്യം ചെയ്യേണ്ടത് സർക്കിളുകളാക്കി വെച്ചിരിക്കുന്ന പേപ്പറുകൾ എടുത്ത് ആദ്യം നേരത്തെ സിംഗിൾ കളർ അംബ്രല്ല ചെയ്തതുപോലെ നേരെ പകുതിയായി ഒന്ന് മടക്കുക. വീണ്ടും ഒരു പകുതിയായിട്ട് മടക്കുക. ഇനി ഇത് മാറ്റി വയ്ക്കാം. വീണ്ടും മറ്റൊരു കളർ എടുത്ത് അതുപോലെ തന്നെ മടക്കുക. അങ്ങനെ നമ്മുടെ പേപ്പറുകളെല്ലാം ഇതുപോലെ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഈ പേപ്പറുകളെല്ലാം പരസ്പരം ഇതുപോലെ പശ തേച്ച് ഒട്ടിക്കുക എന്നതാണ് നാം ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെയും പശ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ പരസ്പരം ഒട്ടിക്കുക. മൊത്തം എല്ലാ പേപ്പറുകളും പരസ്പരം ഒട്ടിക്കുകയാണ് നാം ഇനി ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ പേപ്പറുകളെല്ലാം കൂട്ടി മുട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 അറ്റവും തമ്മിൽ പരസ്പരം കൂട്ടി മുട്ടിക്കണം എന്നൊരു സംഗതിയുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇതിന് ഒരു മനോഹരമായിട്ടുള്ളൊരു പിടി നാം നിർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പിടിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഭാഗം നമ്മുടെ കളർ പേപ്പറുകളിൽ നിന്ന് ഒരു പേപ്പർ നീളത്തിൽ നമുക്ക് കടലാസിൽ തന്നെ നിർമ്മിക്കാം. ഇതൊരു പീസാണ് ഞാൻ കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ വർണ്ണക്കുടയ്ക്ക് വേണ്ടിയിട്ടുള്ള കാല് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഒരു പേപ്പർ എടുത്ത് ഞാനിതുപോലെ ചുരുട്ടിയിട്ടുണ്ട്. ചെറിയൊരു ഭാഗം മതി. നമുക്ക് ആവശ്യമുള്ള ഭാഗം എടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗം പശ തേച്ചിട്ട് ഒന്നും കൂടെ ഇത് ഒട്ടിച്ച് നമുക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ പിടി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഇവിടെ എല്ലാം പശ തേച്ച് നമുക്കിതിനെ ഒരുക്കാം. നമുക്കങ്ങനെ വെച്ചതിന് ശേഷം പശ തേച്ച് നമുക്കിതിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് ഇത് ഇറക്കി വയ്ക്കാം. സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് ഒരല്പം മുകളിലോട്ടും താഴത്തോട്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗം നമുക്ക് ഇത്ര അധികം വേണ്ട, ഈ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്ര നീളം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നാം എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ നമ്മൾ ഒരല്പം കുടയുടെ ഷേപ്പിൽ ഒരല്പം ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ മടക്കി കഴിഞ്ഞിട്ട് ഒരു ഭാഗം നമുക്കിവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ആവശ്യമില്ലാത്ത ഭാഗമാണ്, നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം.
അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് കുട കിട്ടും. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു വർണ്ണക്കുട നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കൂട്ടുകാരെ, ജീസസ് കിഡിൻ്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരയ്ക്കും ദിസ് ഇസ് മീ യുവർ ടോമച്ചൻ.